അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടീമിന്റെ വിജയം. ടീം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണ്ടേ. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അതൊരു ആ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ടീമിൻ്റെ ഫിസിയോ എന്നുള്ള നിലക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലെയർ ഒരു ഇഞ്ചുറി പറ്റി, അപ്പോൾ നമ്മളോട് വന്നിട്ട് പറയാണ് കുഴപ്പമില്ല, ചെറിയ പെയിൻ ഉണ്ട്, എന്നാലും നമുക്ക് കളിക്കാം, അത് ഞാൻ കളിച്ചോളാം എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ടത് ടീമിൻ്റെ റിസൾട്ടാണ്. അവിടെ ഒരു ഇൻഡിവിജ്വൽ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടത് ആ പ്ലെയർ കളിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ടീമിന് റിസൾട്ട് ഉണ്ടാവുക. എത്രത്തോളം ഇൻപുട്ട് എത്രത്തോളം ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര ക്വാളിറ്റി പ്ലെയർ ആയിരിക്കും, പക്ഷെ ആ പരിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, അവർക്ക് 100% ചെയ്യാൻ പറ്റില്ല. ചിലപ്പം 90% ആയിരിക്കും, ചിലപ്പോൾ 80% ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ കുറച്ച് ക്വാളിറ്റി ഉള്ള പ്ലെയർ കളിച്ച് കഴിഞ്ഞാൽ 100% ഇട്ട് കഴിഞ്ഞാൽ ഈ ആളേക്കാൾ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ ആവണം. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അതൊരു ആ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ അവർ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കളിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് പ്ലെയർക്ക് നമ്മൾ ചാൻസ് കൊടുക്കും, അതിനുള്ള സിഗ്നൽ കൊടുക്കും.